കോപ്പി തള്ളിക്കോ. ഓക്കെ ബോസ്. എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 1700 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എല്ലാം കൂടെ 2.5 സെന്റ് പെരടത്തിൽ പഞ്ചായത്ത് പുറമ്പോക്ക് വകയിലാണ് എൻ്റെ വീടിരിക്കണം. ആസാം വാളയും സിലോപ്പിയും വളർത്തുന്ന കുളമാണ് അവന്റെ സ്വിമ്മിംഗ് പൂള്. ഇതൊക്കെ എവിടെ ക്രിയേറ്റ് ചെയ്തടേ? എന്നിട്ട് പിന്നെ എൻ്റെ വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഡാഡിയുടെ ബെഡ്റൂം. അതിനകത്ത് തുറന്ന് കയറി കഴിഞ്ഞാൽ അച്ചടിച്ചിട്ടിരിക്കുന്ന ഡാഡി വിൽസിൻ്റെ ബോട്ടിൽ, സെലിബ്രേഷൻ്റെ ബോട്ടിൽ, ജവാന്റെ ബോട്ടിൽ ഇതൊക്കെ കാണാൻ കഴിയും. ഈ ബോട്ടിലെല്ലാം കൂടെ വാരിട്ടേക്കണെങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാനാ? ഞാൻ ഒന്ന് കൊടുക്കട്ടെ പാവയവന്. പാവം ഉറങ്ങിക്കും. പേർഷ്യ എന്തുകൊണ്ട് പറഞ്ഞ കോടാരി തൈലം, പിന്നെ ചിത്രശലഭത്തിന്റെ മൊനമെട്ടി. മുതുക്ക് കണ്ട ചെറുക്കൻ. ഞാൻ പോണടേ. നിങ്ങൾ എവിടെ പോണ ചേച്ചി? ഞാൻ ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് അവൻ പറയും KGF-ലെ നറാച്ചി അവന്റെ പെരേഡാണെന്നും സൂര്യവർദ്ധനൻ അവന്റെ മാമനാണെന്നും. വിഷ്ണു പാസി. ഇത് കൊള്ളാം. ഫാമിലി ആയിട്ട് റീല് ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. കൊള്ളാം. 46-ാം ദിവസം രാവിലെ 8 മണി. കൊച്ചു മോർണിംഗ് ഡാൻസർ ആണല്ലേ? അല്ല, ഞാൻ ഇവിടുത്തെ ഗെയിമറാ. അല്ല, ഡാൻസ് കഴിഞ്ഞ കൊച്ചിനെ ഇവിടെ കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ചപ്രി, ഈ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഞാൻ തന്നല്ലോ. ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി. എന്റെ ക്ലാരിറ്റി അല്ല നിന്റെ ക്ലാരിറ്റി. നിന്റെ ക്ലാരിറ്റി അല്ല S24 അൾട്രയുടെ ക്ലാരിറ്റി. അതിന്റെ ക്ലാരിറ്റി അല്ല 15 Pro Maxന്റെ ക്ലാരിറ്റി. പക്ഷെ DSLR-നാണ് ശരിക്കും ക്ലാരിറ്റി ഉള്ളത്. ചപ്രി, നീ എനിക്ക് ക്ലാരിറ്റി താ. ജോസ്മിനെ, എനിക്ക് നിന്നെ കെട്ടാൻ പറ്റൂല. ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഏത് ടൈപ്പ് റിലേഷൻ ആണെന്ന് ഇതുവരെ ജനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ഒരുമാതിരി അന്യഭാഷ പോലെ ഇരുന്നു. ഇപ്പൊ എന്നെ കൂടെ വന്നിട്ടില്ല. അവരുടെ സെറ്റപ്പ സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ സെറ്റ് ആക്കുമ്പോ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണമെന്ന് പറയുന്നൊന്നും മനസ്സിലാവില്ലായിരുന്നു. ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ബൈ ദ ബൈ, ഈ കുട്ടിയുടെ ഭാഷയിൽ ഒരു റാപ്പ് സോങ് ഒക്കെ ഇറങ്ങിയിരുന്നു. ഇടിച്ചിരുത്ത് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് ആ റൂമിലെ കയറി എനിക്കറിയാം. അവള് പോട്ടൊക്കെ വന്നിട്ട് അവള് പോവും. അതെന്നെ പിടിച്ച് അവൾക്ക് അവിടെ നീരുത്തി അവള് വാശി പിടിച്ച് ഇടിച്ചിരുത്ത് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് ഇടിച്ചിരുത്ത് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് ഒരാള് നെഞ്ചുപൊട്ടി കരയുമ്പോഴാണോടാ അവന്റെ വീണ വായന. ഇടിച്ചിരുത്ത് അവളെ കളിച്ചിട്ട് ജയിച്ചിട്ട് ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം.